ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ CPM എടുത്ത നിലപാട് പോലെയല്ല BJP ഇക്കാര്യത്തിൽ എടുത്തിരുന്ന നിലപാട്. കാരണം BJP നേതാക്കളുടെ പ്രധാനമന്ത്രിയുടെ അടക്കം പണം കാണിച്ചുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വേദിയിൽ കയറാൻ ഇയാൾക്ക് സാഹചര്യം ഒരുക്കിയതാരാണ് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ BJP നേതാക്കളുടെ പേരുകൾ കൂടുതലായി ഉയർന്നു വരുന്നു. AN രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു കഴിഞ്ഞല്ലോ. വളരെ പെട്ടെന്ന് തന്നെ പൈസ തിരിച്ചു കൊടുത്ത് അതിൽ നിന്നും തലയൂരാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ തന്നെ പക്ഷേ മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും വിവരമുണ്ട്. ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് കയറരുത്, അതൊരു മര്യാദകേടാണ്. ഞാൻ മിസ്റ്റർ പ്രകാശനോട് ചോദിക്കുന്നത്, മിസ്റ്റർ പ്രകാശൻ, നിങ്ങളുടെ പോലീസല്ലേ കേരളത്തിൽ, നിങ്ങളുടെ സർക്കാരല്ലേ കേരളത്തിൽ? AN രാധാകൃഷ്ണനെതിരെ ഈ കേരളത്തിൽ ആരുടെയെങ്കിലും പരാതിയുണ്ടോ? AN രാധാകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ അനന്തു എന്ന് പറയുന്ന ഈ അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചതായിട്ട് അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ 1 രൂപ AN രാധാകൃഷ്ണൻ മേടിച്ചു, അല്ലെങ്കിൽ 1 രൂപ BJP മേടിച്ചു, അതല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർ മേടിച്ചു, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പോലീസല്ലേ, നിങ്ങളുടെ ഗവൺമെൻറ് അല്ലേ? മര്യാദകേട് പറയരുത്. തട്ടിപ്പുകാർ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അവരെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും പറ്റിക്കും. നാളെ പ്രകാശനെയും പറ്റിക്കും, പിണറായി വിജയനെ പറ്റിക്കും, എന്നെയും പറ്റിക്കും, എല്ലാവരെയും പറ്റിക്കും. പക്ഷേ ഒരു മര്യാദ വേണം സംസാരിക്കുമ്പോൾ. വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറയരുത്. ഞങ്ങളൊക്കെ ശുദ്ധരാണ്, ഞങ്ങളെ ഒന്നും ബാധിക്കില്ല, നീയേ BJPക്കാരെ ചെയ്ത്. എന്ത് മര്യാദകെട്ട വർത്താനാണ് മിസ്റ്റർ പ്രകാശൻ നിങ്ങൾ പറയുന്നത്? BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ് 1 രൂപ സിംഗിൾ രൂപ ഈ വിഷയത്തിൽ ഈ അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റുകയോ, അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPയുടെ ഏതെങ്കിലും ഒരു ലീഡേഴ്സിനെതിരെയോ അല്ലെങ്കിൽ ഒരു ലീഡർക്കെതിരെയോ നിങ്ങൾ സൂചിപ്പിച്ച ഈ AN രാധാകൃഷ്ണനെതിരെയോ ഉണ്ടോ? AN രാധാകൃഷ്ണനും അനന്തകൃഷ്ണൻ തമ്മിലുള്ള ബന്ധത്തെ താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ? ഞാനൊന്ന് പറയട്ടെ, കാരണം റിപ്പോർട്ടർ ചാനലാണല്ലോ AN രാധാകൃഷ്ണൻ്റെ പേര് പറഞ്ഞ് വല്ലാതെ കുറേ പ്രാവശ്യം പറഞ്ഞത്. എല്ലാ കാര്യത്തിനും ഒരു മാന്യത വേണം. സ്മൃതി, നമ്മൾ ഒരു ചാനലാണ്, ആ ചാനലുമായിട്ട് നമ്മളിരിക്കുമ്പം സത്യസന്ധമായി പറയണം. AN രാധാകൃഷ്ണൻ കുറ്റക്കാരനോ AN രാധാകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ന്യായീകരിക്കാൻ വരില്ല. അദ്ദേഹം എന്തിനാണ് പണം തിരിച്ചു കൊടുത്തത്? വളരെ പെട്ടെന്ന് ആ ദൃശ്യങ്ങളടക്കം കേരളം കണ്ടതല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? ഞാൻ പറയട്ടെ, എന്നെ കൊണ്ട് നിങ്ങൾ പറയാൻ അനുവദിക്കേ. ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് പറയട്ടെ. AN രാധാകൃഷ്ണൻ കുറ്റക്കാരനാണെങ്കിൽ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബ് കുറ്റക്കാരാവും, ആ പ്രസ് ക്ലബ്ബിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കുറ്റക്കാരാവും. കേരളത്തിലെ നിരവധി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള NGOsകളുണ്ട്. പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൻ്റെ, ക്രൈസ്തവ സഭയുടെ, JCC പറവൂരിനെ പോലെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സർവീസ് സംഘടനകളുണ്ട്, NGO സംഘടനകൾ. ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ് അവർക്കുള്ളത്. നമുക്കറിയാമല്ലോ, കാത്തലിക് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ചില പ്രമുഖ NGO അവരൊക്കെ തന്നെയും ഇങ്ങനെ ഹാഫ് പ്രൈസയ്ക്ക്, പകുതി പൈസക്ക് സ്ത്രീകൾക്ക് ഇത് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് കുറേ ആളുകൾ പണം മേടിച്ചു, കുറേ കൊടുക്കുകയും ചെയ്തു. ഇവരൊക്കെ ഈ കോൺഫെഡറേഷൻ, NGO, നാഷണൽ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി ഈ അനന്തകൃഷ്ണൻ. ഈ NGO കോൺഫെഡറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ ഈ കോൺഫെഡറേഷനിലുണ്ടോ? AN രാധാകൃഷ്ണനുമായി ബന്ധപ്പെടുന്ന സൈൻ, ഇപ്പോൾ നേരത്തെ പ്രകാശം പറഞ്ഞ ഞാൻ ചോദിക്കുക, വെല്ലുവിളി ചോദിക്കുക, ഈ കോൺഫെഡറേഷനിൽ ഈ സൈൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടോ? ഈ കോൺഫെഡറേഷൻ 1 രൂപ ഈ സൈൻ എന്ന് പറയുന്ന സംഘടനയ്ക്കോ AN രാധാകൃഷ്ണനോ കൈമാറിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെന്ന്. തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബ് എന്താ ചെയ്തത്? ഇതേപോലെ പല ഹാഫ് പ്രൈസിന് കൊടുക്കാനുള്ള ഒരു ഡിസിഷനുമായി, തീരുമാനവുമായി, പദ്ധതിയുമായി വരുന്നു. പല സ്ഥലങ്ങളിലും കൊടുക്കുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കോഴിക്കോട് ഏറ്റവും ആദ്യം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിയാവണ്ടേ? അല്ല, ഉദ്ഘാടന പരിപാടിയിൽ അതാണ് നേരത്തെ പ്രകാശൻ ചൂണ്ടിക്കാണിച്ചത്. ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്, സംഭാവന സ്വീകരിക്കുന്നത്, അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യത്യസ്തമാണല്ലോ. താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകരുത്, ഇടയ്ക്ക് ചോദ്യമൊക്കെ ഉണ്ടാവും. അത് ചോദിച്ചോ, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചോ. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇതിൻ്റെ ഔപചാരികമായ ആദ്യത്തെ ഉദ്ഘാടനം കോഴിക്കോട്ട് നടത്തിയത്.
അതിനുശേഷം ഈ കേരളത്തിൽ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ, ശിവൻകുട്ടിയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് 2023 മറ്റോ പ്രസ് ക്ലബിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. എൻ രാധാകൃഷ്ണനെ നിങ്ങൾ കുറ്റം ചാരുന്നുണ്ടെങ്കിൽ ശിവൻകുട്ടിയെ കുറ്റം ചാരണം, എൻ രാധാകൃഷ്ണനെ കുറ്റം ചാരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസ് ക്ലബിനെ കുറ്റം ചാരണം. ഇതൊക്കെ തന്നെ വാർത്തയായി പോയിട്ടുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അനന്തു ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടു എന്നുള്ള വാർത്ത പോയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന എൻ രാധാകൃഷ്ണനെ സൈൻ എന്ന സംഘടന പെട്ടെന്ന് തന്നെ ഈ അനന്തു അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ തന്നെ വേഗം പണം കൊടുത്ത് പരിഹരിക്കുക എന്നുള്ള ദൃശ്യങ്ങളടക്കം വന്നതല്ലേ? എന്തിനാണ് പെട്ടെന്ന് തന്നെ ഈ സ്കൂട്ടർ സൗജന്യമായി പാതി വിലയ്ക്ക് നൽകുന്ന വിഷയത്തിൽ പണം നൽകിയവർക്ക് പെട്ടെന്ന് പണം തിരിച്ചു കൊടുത്തത് എന്തിനാണ്? തൻ്റേത് വേറെ സംവിധാനമാണ്, അനന്തുകൃഷ്ണമായി ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പണം തിരികെ കൊടുത്തത്? ഞാനൊന്ന് പറയട്ടെപ്പാ. സൈൻ എന്ന് പറയുന്ന സംഘടന ഇതേപോലെ അതാണ് എൻ രാധാകൃഷ്ണൻ സംഘടന. നിങ്ങൾ ദയവ് ചെയ്ത് ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യല്ലേ. ചോദ്യം ചോദിച്ചല്ലോ, അതിന് ഉത്തരം പറയട്ടെ. സൈൻ എന്ന് പറയുന്ന ഒരു സംഘടന, എനിക്ക് തൃശ്ശൂരിൽ സമർപ്പണ എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. ആ സമർപ്പണ എന്ന് പറയുന്ന NGO അതുമായി ബന്ധപ്പെട്ട് ധാരാളം പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതേപോലെ എൻ രാധാകൃഷ്ണൻ സംഘടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം 31 കേരളത്തിലെ പ്രധാനപ്പെട്ട 31 തൊഴിൽ മേള സംഘടിപ്പിച്ചു. ആ തൊഴിൽ മേളയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തു. ഏതാണ്ട് 12-13 മെഡിക്കൽ ക്യാമ്പുകൾ ഒരു മാസത്തിൽ സംഘടിപ്പിക്കുന്നു. അദ്ദേഹം നിരവധി 4 വീടുകൾ വെച്ചു കൊടുത്തു, ഈ മണലൂരിലടക്കം. അങ്ങനെ സൗജന്യമായിട്ട് പലതരത്തിലുള്ള ഈ NGO പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. തൃശ്ശൂരിൽ വെച്ച് ഈ 3 ചക്രമുള്ള വീലുകളുള്ള അതുപോലെ ആർട്ടിഫിഷ്യൽ ലിംബ് 100 കണക്കിന് ആളുകൾ കൊടുത്തു. സൈൻ എന്ന് പറയുന്ന സംഘടന, ആ സംഘടന ഇതേപോലെ തന്നെ ഹാഫ് പ്രൈസിൽ ഇത് കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് ഈ NGO ആയിട്ട്, ഈ NGOൻ്റെ ചെയർമാൻ ആരാ? ജസ്റ്റിസ് രക്ഷാധികാരി ആരാ? ജസ്റ്റിസ് രാമചന്ദ്രൻ നായരാണ്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഒരു കളവ ചെയ്യുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അഡ്വൈസർ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രതി ചേർത്തു എന്നുള്ള വാർത്തയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അല്ല, താങ്കൾ പറയാം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ചർച്ച നടക്കില്ലല്ലോ. അല്ലല്ല, എന്റെ ചോദ്യം ഒന്ന് കേട്ട ശേഷം പറയൂ. അത് പറ്റില്ല, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറയണ്ടേ? താങ്കൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റിസ് എൻ രാമേന്ദ്രൻ നായർ അഡ്വൈസറാണ്. എല്ലാവർക്കും പൈസ പെട്ടെന്ന് കൊടുത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യം അതല്ല. നിങ്ങൾ ചോദിച്ചത് എല്ലാവർക്കും പെട്ടെന്ന് പൈസ എന്തിനാ കൊടുത്തെന്നാ ചോദിച്ചേ? അതാണ് ചോദ്യം. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയണേ. ആ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണേ ചോദിച്ചോ. ഒന്ന് കേൾക്കൂന്ന് ഒന്ന് കേൾക്കാൻ നോക്ക്. അതായത് ഈ സൈൻ എന്ന് പറയുന്ന ഈ സംഘടന, എൻ രാധാകൃഷ്ണൻ്റെ സംഘടന നാഷണൽ കോൺഫെഡറേഷനുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ കോൺഫെഡറേഷൻ അങ്ങോട്ട് പൈസ കൊടുത്തു. ആ NGOയ്ക്ക് ഈ 50% പണം ഇവർക്ക് കൊടുത്തു, ഈ സ്കൂട്ടർ കിട്ടാൻ വേണ്ടിയിട്ട്. ആ സ്കൂട്ടർ കിട്ടാൻ 50% പൈസ കൊടുത്തപ്പോൾ ആ 5600 സ്കൂട്ടർ അവർ കൊടുത്തു. 5600 സ്കൂട്ടറും എൻ രാധാകൃഷ്ണൻ വിതരണം ചെയ്തു. നിങ്ങളെന്നെ അന്വേഷിച്ചോ, വേണേ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം. ബാക്കി കുറച്ച് മോട്ടോർ സൈക്കിളൂടെ കിട്ടാനുണ്ട്. ആ സ്കൂട്ടറിൻ്റെ കാര്യത്തിനായി അയാൾ 2, 3, 4 പ്രാവശ്യം ഈ അനന്തുവിനെ പോയി കണ്ടു. അപ്പം കിട്ടിയില്ല. പല പ്രാവശ്യമായിട്ട് പൈസ കിട്ടിയില്ല. ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ്, കിട്ടിയില്ല. ആ കിട്ടാതെ വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഉടനെ തന്നെ ആ സൈൻ എന്ന് പറയുന്ന സംഘടന ആരുടെയൊക്കെയാണോ പൈസ മേടിച്ചിട്ടുള്ളത് അവർക്കെല്ലാം പൈസ തിരിച്ചു കൊടുത്തു. അതൊരു ഗുഡ് ഫെയ്ത്ത് അല്ലേ? അതൊരു നല്ല കാര്യമല്ലേ? ആ സംഘടനയുടെ ഹോണസ്റ്റി അല്ലേ അവർ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ പൈസ തിരിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, പൈസ തിരിച്ചു കൊടുക്കാതെ പരാതി വന്ന് FIR ഇട്ട് കേസെടുക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിന് എൻ രാധാകൃഷ്ണനെതിരെ കേസ് അടുത്ത ചോദ്യം എറണാകുളത്തെ അനന്തു കൃഷ്ണന്റെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നു എൻ രാധാകൃഷ്ണൻ. അവിടുത്തെ സെക്യൂരിറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ലാലി വിൻസനും വരാറുണ്ടായിരുന്നു. ഈ 2 നേതാക്കളാണ് സ്ഥിരമായി അനന്തു കൃഷ്ണനെ കാണാൻ വരാറുണ്ടായിരുന്നത്. താങ്കൾ പറയുന്ന ഈ കോൺഫെഡറേഷന്റെ കാര്യം മാത്രം പറയരുത്. എനിക്ക് ലാലി വിൽസന്റെ കാര്യം അറിയില്ല. എൻ രാധാകൃഷ്ണൻ അവിടെ പോയിരുന്നു എന്ന് അയാൾ കൃത്യമായിട്ടുള്ള പത്രസമ്മേളനം നടത്തിയല്ലോ എറണാകുളത്ത്. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ കുന്തമായിട്ട് അവിടെ പോയതല്ലേ? നിങ്ങൾക്ക് ചോദിച്ചല്ലോ, മറുപടി പറഞ്ഞില്ലേ? ഞാൻ പൈസ കൊടുത്തു, എനിക്ക് പൈസയിൽ സാധനവും കിട്ടിയില്ല.
താങ്കൾ അസ്വസ്ഥനാവുന്ന എന്തിനാണ്? കെയർ ടേക്കറുടെ പ്രതികരണമാണല്ലോ കൊടുത്തത്. അസ്വസ്ഥനാകുന്ന എന്തിനാണ്? ഞാനല്ല അസ്വസ്ഥൻ. നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കില്ല അച്ഛൻ. എന്താ ചെയ്യ? എൻ്റെ സ്മൃതി ഒന്ന് കേൾക്കൂ. അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ 6-ാം തീയതി ഫെബ്രുവരി 6-ന് എറണാകുളത്തെ പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള പ്രസ് നടത്തി. റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകളും റിപ്പോർട്ടറും അവിടെ ഉണ്ടായിരുന്നു. ഈ ചോദ്യം അവിടെ ഉന്നയിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് തരാനുള്ള പൈസയോ ഒന്നുകിൽ പൈസ തരിക തിരിച്ച്, അതല്ലെങ്കിൽ സ്കൂട്ടർ തരിക തിരിച്ച്. ഇതിന് ഞാൻ ആരെയാണ് പോയി കാണേണ്ടത്? അനന്തകൃഷ്ണനെയാണ്. അതുകൊണ്ട് ഈ അനന്തകൃഷ്ണനെ പല പ്രാവശ്യം പോയി ഒന്നുകിൽ പൈസ തിരിച്ചു തരിക അല്ലെങ്കിൽ സ്കൂട്ടർ തിരിച്ചു തരിക എന്ന് പറഞ്ഞ് പോയി കണ്ടു. എന്താണ് അതിൽ തെറ്റ്? ഞാൻ ചോദിക്കുന്ന, അനന്തകൃഷ്ണനും എൻ രാധാകൃഷ്ണനും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടോ? ഇന്ന് ചോദിച്ചല്ലോ എൻ രാധാകൃഷ്ണൻ പൈസ കൊടുത്തോന്ന്. എന്താ അതൊക്കെ തെളിയേണ്ട കാര്യങ്ങളാണ്. അനന്തകൃഷ്ണൻ പറയുന്നതല്ലോ അതിന് പുറത്തേക്ക് പറയുന്നതല്ലോ അതിലെ പ്രധാനപ്പെട്ട തെളിവായി വരുന്നത്. പോലീസ് ചോദ്യം ചെയ്യലിൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങളാണല്ലോ. ഞാൻ ഇതുവരെ ഇന്ന് വരെയുള്ള കാര്യത്തെക്കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റൂ. നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയും. നിങ്ങൾ നാളെയല്ല അടുത്ത മാസത്തെ കാര്യം വരെ പറഞ്ഞെന്ന് വരും. എനിക്ക് ഏതായാലും ബി ജെ പിക്ക് എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന ഘട്ടത്തിലും എൻ രാധാകൃഷ്ണൻ ഒറ്റയ്ക്ക് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ശബ്ദമുണ്ടായിരുന്നില്ല. ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളുടെയും പേരൊക്കെ പുറത്തേക്ക് വന്നപ്പോഴേക്കും ഒരു ആവേശമായി പ്രതികരിക്കാമെന്ന അവസ്ഥയെത്തിയപ്പോഴാണ് ഈ പ്രതികരണത്തിലേക്ക് വരുന്നത്. ഞാൻ ഇനി താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് പൊടിപാറ, നിങ്ങൾ വിളിച്ചിരുന്നോ ഞങ്ങളെ? അതെ, ഈ വക വർത്താനം ഒന്നും പറയല്ലോ കേട്ടോ. അല്ലല്ല, വിളിച്ചിരുന്നതാണ്. പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. ഈ വകയൊന്നുമില്ല. നല്ല ഭാഷയിൽ സംസാരിക്കാൻ ശ്രീ ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ല, വായി തോന്നിയൊന്നും പറയില്ല. ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ എൻ രാധാകൃഷ്ണൻ പറയട്ടെ എന്ന നിലപാട് തന്നെയാണ് എടുത്തത്. ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയും പേരുകൾ പുറത്തു വന്ന ഘട്ടത്തിൽ ഒരു ധൈര്യമായത് എന്നാണ് സത്യം. ശ്രീ ജോർജ് പൊടിപാറ, ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശ്രീ ജോർജ് പൊടിപാറ, രാധാകൃഷ്ണൻ ഫെബ്രുവരി 6-ാം തീയതി എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹം മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആരും നിഷേധിച്ചില്ലല്ലോ. എൻ രാധാകൃഷ്ണന് വേണ്ടി പറയാൻ എൻ രാധാകൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ചർച്ച ബഹളമാക്കല്ലേ. അത് വ്യക്തിപരമായി എൻ രാധാകൃഷ്ണനെതിരെ പറയുമ്പോ നിങ്ങൾ എന്തു വിവരക്കേടാ? വ്യക്തിപരമായി നല്ല വിവരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ളവരിലേക്ക് പോട്ടെ. പറയേണ്ടത് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.